ഹലോ, സുഖമല്ലേ എല്ലാവർക്കും? എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ വെക്കേഷൻ ആയതുകൊണ്ട് പിള്ളേരെയും കൊണ്ട് ടൂർ പോകാൻ രാവിലെ നമ്മൾ ആലപ്പുഴയെല്ലാം കണ്ട് അതിനുശേഷം നമ്മൾ നേരെ പോയത് നമ്മുടെ കൊല്ലത്തുള്ള സാമ്പ്രാണിക്കോടിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാമ്പ്രാണിക്കോടി എത്തി. അവിടെ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് പുറകെ കാണാം. സാമ്പ്രാണിക്കൊടിയിലോട്ട് പോകുന്നവർ അറിയേണ്ടത്, നമ്മൾ പോകുന്ന വശത്ത് ഏതാണാവോ ജെട്ടി, ആ ജെട്ടിയിൽ ഇറങ്ങണം. ഇവിടെ 3 ജെട്ടിയുണ്ട്: മണൽ ജെട്ടി, സാമ്പ്രാണിക്കൊടി ബോട്ട് ജെട്ടി. ഇപ്പം ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്ന ഈ ഒരു ജെട്ടിയാണേ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങിയ ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയുടെ സൈഡിൽ കൂടെ നമ്മൾ നേരെ ജെട്ടിയിലോട്ട് പോകാം. അവിടെ ചെന്നിട്ട് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് സാമ്പ്രാണിക്കൊടിയിലോട്ട് പോകാൻ. ഇത് കുരിപ്പുഴ പള്ളിയുടെ ബാക്കാട്ടോ. അവിടെയാണ് നമ്മൾ വണ്ടി നിർത്തേണ്ടത്. നിർത്തിയിട്ടാണ് ഉള്ളിലോട്ട് പോകേണ്ടത്. പോവാം. ഇവിടെ നമുക്ക് ഇതിൽ ജെട്ടിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. നമ്മൾ 4 പേരേ ഉള്ളൂ. ഇനി 3 പേരും കൂടെ വന്നാലേ ബോട്ട് എടുക്കത്തുള്ളൂ. മൊത്തം 7 പേര് വേണം എന്നാണ്. ഞാൻ അങ്ങോട്ട് ദൂരെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ കുരിപ്പുഴ പള്ളിയുടെ അവിടെ നിന്ന് ബോട്ടിൽ കയറി ഞങ്ങൾ 4 പേര് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. വരുമ്പോൾ നല്ല വൈകുന്നേരമോ അല്ലെങ്കിൽ മോർണിംഗോ ഒക്കെ വരികയാണെങ്കിൽ നല്ലതാണ്. വെയിലുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഞങ്ങൾ പോയത് ഒരു രാവിലെ 11 മണിക്കാണ്. അങ്ങനെ എന്നാൽ നമ്മൾ കാണാത്ത സ്ഥലമല്ലേ, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അവിടെ പോയി നമ്മൾ ബോട്ട് ഇറക്കി നമ്മളിങ്ങനെ വെള്ളത്തിൻ്റെ അകത്തോട്ട് ഇങ്ങനെ നടക്കാം. നമുക്ക് അവിടെ ഒരു 1 മണിക്കൂർ നമുക്കവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. വെള്ളത്തിനകത്ത് മുങ്ങാം, കുളിക്കാം, എന്ത് വേണേലും ചെയ്യാം. പിന്നെ ഞങ്ങൾ പോയത് ദുഃഖവെള്ളി ആയതുകൊണ്ട് തന്നെ അവിടെ കുറേ കടകൾ ചേച്ചിമാരൊക്കെ ഉണ്ടാവുന്നതാണ്. ഇന്ന് ആരും ഇല്ലായിരുന്നു. അപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ആൾക്ക് വരും എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം വെള്ളത്തിൻ്റെ അകത്ത് ചിലവഴിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. കാണേണ്ട ഒരു സ്ഥലം തന്നെ. ഇപ്പോൾ കൊച്ചെന്നെ വിളിക്കുന്നതേ അവിടെ കുറേ മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞണ്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറേ ഇരുന്ന് ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു. അപ്പോൾ അങ്ങനെ ചിലവാക്കി. നമ്മൾ ഈ ഒരു സമ്മർ ഇങ്ങനെ വെള്ളത്തിൽ ഒന്ന് ചിലവാക്കണമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും വരേണ്ട ഒരു സ്ഥലമാണ് സാമ്പ്രാണിക്കോടി കേട്ടോ. നിങ്ങൾ ഒരിക്കലും അത് വിട്ടു കൊടുക്കാൻ പാടില്ല. കൊല്ലത്തുള്ള സാമ്പ്രാണിക്കോടി നിങ്ങൾ എഴുതി വെച്ചോ. അടിപൊളിയാണ്. 150 രൂപയുള്ളൂ ടിക്കറ്റ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 1 മണിക്കൂറിന് മേലെ അവിടെ ചിലവാക്കി കേട്ടോ. ഞങ്ങളുടെ ബോട്ട് ചേട്ടൻ തിരിച്ച് ഞങ്ങളെ വിളിക്കാൻ വന്നു കേട്ടോ. വിളിക്കാൻ വരുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, എന്നാൽ ഞാൻ പോയിട്ട് വരാം, പിന്നീട് കയറിയാൽ മതി എന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ വേറൊരു ട്രിപ്പ് എടുത്ത് പോയി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറേ നേരം നമുക്കവിടെ ഒരു 15 അരമണിക്കൂറൊക്കെ നമുക്കവിടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ ഷെറിന് ഇവിടെ കിടന്ന് നീന്തി തുള്ളി കുളിച്ച് മീൻ വാരി എന്നെ മുക്കുവനായെന്ന് തോന്നുവൻ അത്രയ്ക്കിത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ചേട്ടന്മാർ ഇവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ പെട്ടെന്ന് ആദ്യം തന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞു അവിടെ കൈത്തച്ചക്കൊക്കെ അരിഞ്ഞ് അതിൻ്റെ അകത്ത് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇതാക്കി തന്നു. അല്ലാത്ത സമയത്ത് വരികയാണെങ്കിൽ ഇറച്ചി, കപ്പ ഇവിടെ കുറേ ഉണ്ടാവും എന്നാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു. ആ ഒരു വെള്ളത്തിൻ്റെ നടുക്ക് നിന്ന് അതൊക്കെ കഴിക്കാനും നോക്കാനും. അപ്പോൾ നമ്മുടെ ബോട്ട് ഇവിടെ നമ്മളെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ കയറി നമ്മളിനി അടുത്ത ലൊക്കേഷനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ് ചെയ്യാത്തൊരു സബും കൂടെ ചെയ്തേക്കണേ.